അമേരിക്കയിൽ വിദേശ പൗരന്മാരുടെ സ്ക്രീനിങ്ങും വെറ്റിംഗും കർശനമാക്കാനുള്ള പുതിയ നടപടികൾ ഭരണകൂടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപ് അധികാരമേറ്റത് മുതൽ സ്വീകരിച്ചിട്ടുള്ള കർശനമായ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. പ്രധാനമായും എക്സിക്യൂട്ടീവ് ഓർഡർ 14161, പ്രസിഡൻഷ്യൽ പ്രൊക്ലമേഷൻ 10949, 10998 എന്നിവ ആധാരമാക്കിയാണ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അഥവാ USCIS ഈ സുരക്ഷാ പരിശോധനകൾ വ്യാപിപ്പിക്കുന്നത്. മതിയായ സുരക്ഷാ വിവരങ്ങൾ കൈമാറാൻ വിമുഖത കാണിക്കുന്ന 39 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് നിലവിൽ പ്രവേശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളുടെ അന്തസ്സും രാജ്യത്തിന്റെ സുരക്ഷയും സംരക്ഷിക്കുക എന്നതാണ് ഈ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം. നിലവിലുള്ള കുടിയേറ്റ അപേക്ഷകളെക്കുറിച്ച് USCIS നടത്തിയ സമഗ്രമായ പരിശോധനയിൽ മുൻപുണ്ടായിരുന്ന വെറ്റിംഗ് സംവിധാനങ്ങൾ തീർത്തും അപര്യാപ്തമായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പൗരത്വത്തിനും ഗ്രീൻ കാർഡിനും അപേക്ഷിച്ച പല വ്യക്തികളും കൃത്യമായ പരിശോധനകൾ കൂടാതെയാണ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയെന്ന കണ്ടെത്തൽ ഗൗരവമാണെന്ന് USCIS പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു. ഇത്തരം സുരക്ഷാ വിടവുകൾ രാജ്യത്തിന്റെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവിലാണ് ഹോൾഡ് ആൻഡ് റിവ്യൂ പോലെയുള്ള നയങ്ങൾ നിലവിൽ വന്നത്. ഇതിന്റെ ഭാഗമായി ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥി അപേക്ഷകളും ഡൈവേഴ്സിറ്റി വിസ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവെച്ച പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്ന് USCIS പറയുന്നു. പരിഷ്കരിച്ച സുരക്ഷാ നടപടികളുടെ ഭാഗമായി എംപ്ലോയ്മെന്റ് ഓതറൈസേഷൻ ഡോക്യുമെന്റുകളുടെ കാലാവധി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഇത് അപേക്ഷകരെ ഇടയ്ക്കിടെ സുരക്ഷാ പരിശോധനകൾക്ക് വിധേയമാക്കാൻ അധികൃതരെ സഹായിക്കും. ബയോമെട്രിക് വിവരങ്ങളുടെ ഉപയോഗത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും ഫോട്ടോകൾ പുനരുപയോഗിക്കുമ്പോൾ കർശനമായ തിരിച്ചറിയൽ രേഖകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് USCIS പറയുന്നു. കൂടാതെ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും സാമ്പത്തിക ഇടപാടുകളും നിരീക്ഷിക്കുന്നതിനൊപ്പം കമ്മ്യൂണിറ്റി ഇന്റർവ്യൂകൾ വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഓപ്പറേഷൻ പാരീസ് എന്ന പേരിൽ അഭയാർത്ഥി അപേക്ഷകളിൽ സമഗ്രമായ പശ്ചാത്തല പരിശോധനയും റീ ഇന്റർവ്യൂകളും നടത്താൻ പ്രത്യേക വെറ്റിംഗ് സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ രാജ്യത്തു നിന്നുള്ള ഭീഷണികൾ വെവ്വേറെ വിശകലനം ചെയ്ത ആ രാജ്യങ്ങൾക്ക് അനുയോജ്യമായ പരിശോധനാ രീതികളാണ് USCIS വികസിപ്പിക്കുന്നത്. ഇതിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് വ്യാജരേഖകൾ കണ്ടെത്താനും ഭീകരവാദ ബന്ധങ്ങൾ പരിശോധിക്കാനും അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസിഫൈഡ് വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെയേർഡ് വെറ്റിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നതിലൂടെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ സിസ്റ്റത്തിനുള്ളിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത്. കുടിയേറ്റ സംവിധാനത്തിലെ തട്ടിപ്പുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനും അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും US ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണെന്നും സുരക്ഷിതമായ ഒരു അമേരിക്കയെ വാർത്തെടുക്കുന്നതിനായി കുടിയേറ്റ നിയമങ്ങളിൽ ഇനിയും വിട്ടുവീഴ്ചയില്ലാത്ത മാറ്റങ്ങൾ തുടരുമെന്നും അധികൃതർ അറിയിക്കുന്നു. അതേസമയം അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ ചില മാറ്റങ്ങൾ ഇന്ത്യൻ പൗരന്മാരെ നേരിട്ട് ബാധിക്കുന്നതല്ല. പ്രധാനമായും 75 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുടിയേറ്റ വിസകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ആ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. എങ്കിലും സുരക്ഷാ പരിശോധനകൾ, അതായത് വെറ്റിംഗ് ആൻഡ് സ്ക്രീനിംഗ് എല്ലാവർക്കും ഒരുപോലെ കർശനമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർ ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സോഷ്യൽ മീഡിയ പരിശോധനയിലാണ്. 2026 മാർച്ച് 30 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം H1B, H4, K1 തുടങ്ങിയ വിസകൾക്ക് അപേക്ഷിക്കുന്നവർ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പബ്ലിക്കാക്കി മാറ്റേണ്ടതുണ്ട്. കോൺസുലർ ഉദ്യോഗസ്ഥർക്ക് ഈ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ സാധിക്കണം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപേക്ഷയ്ക്ക് നൽകുന്ന വിവരങ്ങളും സോഷ്യൽ മീഡിയയിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് വിസ നിഷേധിക്കപ്പെടാൻ കാരണമായേക്കാം. അതിനാൽ ഓൺലൈൻ ആക്ടിവിറ്റികളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്.